ന സതി ജഗത സംഛിന്ന സൗഹൃദ കഥം नु താദൃശം സ്ത്രീഭിർന ശ്രദ്ധീയേത ഭാഷിതം കഥം नु ഗൃഹന്ത്യനവസ്ഥിതാത്മനോ വജകൃതഘ്നസ്യ ബുധാഃ പുരസ്ത്രിയഃ ഗൃഹന്തി വൈ ചിത്രകഥസ്യ സുന്ദരസ്മിതാവലോകോച്ഛ്വസിതസ്മരാതുരാഃ കിം നസ്തൽകഥയാ ഗോപ്യഃ കഥാ കഥയതാപരാഃ യാത്യസ്മാഭിർവിനാ കാലോ യതി തസ്യ തഥൈവ നഃ ഇതി പ്രഹസിതം ശൗരേഃ ജൽപ്പിതം ചാരുവീക്ഷിതം ഗതിം പ്രേമപരിഷ്വംഗം സ്മരന്ത്യോരുരുദു സ്ത്രിയഃ സങ്കരീഷണസ്ഥാഃ കൃഷ്ണസ്യ സന്ദേശൈർഹൃദയംഗമൈഃ സാന്ത്വയാമാസ ഭഗവന്നാനാനുനയകോവിദഃ ദ്വൗ മാസൗ തത്ര ച വാത്സ്യൻ മധുമാധവമേവ ച രാമക്ഷപാസു ഭഗവാൻ ഗോപീനാം വിനുദൻ ശുചഃ ഗോപീനാം രതിമാവഹൻ പൂർണ്ണചന്ദ്രകലാമൃഷ്ടേ കൗമുദീ ഗന്ധവായുന യമുനോപവനെ രമേ സേവിതയ സ്ത്രീഗണൈർവൃതഃ വരുണപ്രേക്ഷിതാ ദേവി വാരുണി വൃക്ഷകോടരാൽ പതന്തി തദ്വനം സർവം സ്വഗന്ധേനാധ്യവാസയൽ തം ഗന്ധം മധുധാരായ വായിനോഭൃതംബല ആഘ്രായോപഗതസ്തത്ര ലലനാഭിസമംബഭൗ ഉപഗീയമാനചരിതോ വനിതാഭിരഹലായുധഃ വനേഷു വ്യജരൽ ക്ഷീപോ മദവിഹ്വലലോചനഃ സ്രഗ്വിവേകകുണ്ടലോ മത്വ വൈജയന്ത്യാജമാലയ ബിഭ്രൽ സ്മിതമുഖാംഭോജം സ്വേദപ്രാലേയഭൂഷിതം സാജുഹാവയവനം ജലക്രീഡാർത്ഥം ഈശ്വരഃ നിജം വാക്യമനാദൃത്യമത്തൈത്യാപകാംബലഃ അനാഗസംഹലാഗ്രീണ കുപിതോ വിജഗരിഷഃ പാപേ ത്വം മാമവജ്ഞായ എന്നായാസിമയാഹുതാ നേഷ്യേ ത്വം ലാംഗലാഗ്രീണ ശതഥാ കാമചാരിണി ഏവം നിർഭൽസ്ഥിതാഭീതാ യമുനാ യദുനന്ദനം ഉവാച ചകിതാവാചം പതിതപാദയോർനൃപ രാമ രാമ മഹാബാഹോ ന ജാനേ തവ വിക്രമം യസ്യൈകാംശേന വിധൃതാ ജഗതി ജഗതപദേ പരംഭാവം ഭഗവതോ ഭഗവന്മാം അജാനതീം മോക്തുമരിഹസി വിശ്വാത്മൻ പ്രപന്നാം ഭക്തവത്സല തതോ വ്യമുഞ്ചൽ യമുനാം യാചിതോ ഭഗവാൻ ബല ബിജഗാഹജലം സ്ത്രീഭികരേണുഭിരിവേഭരാട്ട് കാമം വിഹൃത്യ സലിലാതുത്തീർണായ സിതാംബരെ ഭൂഷണാനി മഹാരിഹാണി ദദോ കാന്തി ശുഭാം സ്രജം വസിത്വവാസസി നീലേ മാലാമുച്ചകാഞ്ചനി രേജേ സ്വലങ്കൃതോ ലിപ്തോ മഹേന്ദ്രയുവാരിണ അദ്യാപി ദൃശ്യതേ രാജനി യമുന ആകൃഷ്ടവർത്തമന ബലസ്യാനന്ദവീര്യസ്യ വീര്യം സൂചയതീവഹി ഏവം സർവാനിശായാതയേകേവ രമതോ വ്രജേ രാമസ്യാക്ഷിപദചിത്തസ്യ മാധുര്യൈർവ്രജയോഷിതാം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പഞ്ചഷഷ്ടിതമോധ്യായ ശ്രീശുക ഉവാച നന്ദവ്രജം ഗതേ രാമേ കരൂഷാധിപതിർനൃപ വാസുദേവോഹമിത്യജ്ഞോ ദൂതം കൃഷ്ണായ പ്രാഹിണോൽ ത്വം വാസുദേവോ ഭഗവാൻ അവതീർണോ ജഗൽപതി ഇതി പ്രസ്തോഭിതോ ബാലൈർമേനാത്മാനമച്യുതം ദൂതം ച പ്രാഹിണോന്മന്ദഃ കൃഷ്ണായ വ്യക്തവർത്മനെ ദ്വാരകായാം യഥാ ബാലോ നൃപോ ബാലകൃതോ ബുധ ദൂതസ്തു ദ്വാരകാമേത്യ സഭായാമാസ്ഥിതം പ്രഭും കൃഷ്ണം കമലപത്രാക്ഷം രാജസന്ദേശമബ്രവീൽ വാസുദേവോ അവതീർണോഹം ഏക ഏവ ന ചാപരഃ ഭൂതാനാം അനുകമ്പാർത്ഥം ത്വം തു മിഥ്യാഭിധാം ത്യജ യാനി ത്വമസ്മച്ചിഹ്നാനിമൗഢ്യാൽ ബിഭരിഷി സാത്വത ത്യക്ത്വൈഹി മാം ത്വം ശരണം ത്യക്ത്വൈഹി മാം ത്വം ശരണം നോചയതൈഹി മമാഹവം ശ്രീശുക ഉവാച കഥനം തതുപാകർണ്യപൗണ്ഡ്രകസ്യ അല്പമേധസ ഉഗ്രസേനാദയ സഭ്യ ഉച്ചകൈർജഹസുസ്തദാ ഉവാച ദൂതം ഭഗവാൻ പരിഹാസകഥാമനു ഉത്സ്രക്ഷ്യ മൂഢചിഹ്നാനി ഏസ്ത്വമേവ വികഥസേ മുഖം തദഭിധായാജ്ഞകങ്കൃധ്രവടൈർവൃതഃ ശൈഷ്യസ്യ ഹതസ്തത്ര ഭവിതാ ശരണം ശുനാം ഇതി ദൂതസ്തദാക്ഷേപം സ്വാമിനെ സർവമാഹരൽ കൃഷ്ണോപിരഥമാസ്ഥായ കാശിമുപജഗാമഃ പൗണ്ഡ്രകോപി തദുദ്യോഗോപലഭ്യമഹാരഥ അക്ഷൗഹിണീഭ്യം സംയുക്തോ നിശ്ചക്രാമപുരാൽ ദ്രുതം തസ്യ കാശിപതിർമിത്രം പാർഷിഗ്രാഹോ അന്വയാനൃപ അക്ഷൗഹിണീഭിസ്തിസൃഭി അപശ്യൽ പൗണ്ഡ്രകം ഹരി. വസുദേവരെ ഈ നാരദ മഹർഷി കണ്ടു. മഹർഷി ചോദിച്ചു, ഈ മനഃശുദ്ധിക്ക് എന്താ ചെയ്യേണ്ടത്? അവർ മനഃശുദ്ധിക്ക് അങ്ങേക്ക് വല്ലതും ചെയ്യേണ്ട കാര്യമുണ്ടോ? ശരിക്കും സാക്ഷാൽ സച്ചിദാനന്ദ പരബ്രഹ്മം പരമാത്മാ അങ്ങയുടെ മകനായിട്ട് പറഞ്ഞിരിക്കുക, കൃഷ്ണനായിട്ട്. ഈ കൃഷ്ണനെ മനുഷ്യനായിട്ട് അങ്ങ് കാണാണ്ടിരുന്നാൽ മതി പറഞ്ഞു. മനസ്സിലായോ എന്തുകൊണ്ടാണ് ഈ ചോദ്യം വന്നത്? കൃഷ്ണം മത്വ അർഭകം എന്നെ പൃച്ഛതി ശ്രേയ ആത്മനഃ. സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തിയായ സർവേശ്വരനാണ് ഈ കൃഷ്ണൻ. ഈ കൃഷ്ണനെ ദ്വേഷിച്ചവരും ഭയപ്പെട്ടവരും കാമിച്ചവരും പോലും മുക്തരായില്ലേ? അങ്ങനെയുള്ള ആ കൃഷ്ണനെ സ്നേഹിച്ചാൽ നിങ്ങൾ മുക്തരാവില്ലേ?
ആ കൃഷ്ണനെ നിങ്ങൾ മനുഷ്യബുദ്ധിയാ കാണുന്നു, കൃഷ്ണനെ മനുഷ്യബുദ്ധിയാ കാണാതിരിക്കൂ കേട്ടോ. എപ്പോഴും അങ്ങനെ സംഭവിക്കും അത്ര ആൾക്കാർക്ക്. സന്നികർഷോഹി മർത്യാനാം അനാദരണ കാരണം നാം. ഏതൊരു വസ്തുവിനോടും കൂടുതൽ നമുക്ക് അധികം ഇടപഴകുമ്പോൾ, പരിചയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ മഹത്വം നമ്മൾ മറന്നുപോകും. അതിപരിചയാതവജ്ഞ എന്ന് പറയാം. അത്ര മഹാത്മാവായാലും ശരി, ഈശ്വരവതാരായാൽ പോലും ശരി, അങ്ങനെ സംഭവിച്ചു. കൃഷ്ണൻ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു അർജുനൻ. ഏറ്റവും കൂടുതൽ ഇടപഴകിയപ്പോഴോ കൃഷ്ണനെ തന്നെ ഒരാളായി കണ്ടു. ടേക്കിംഗ് ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയും. മനസ്സിലായോ? മഹിമ വിസ്മരിച്ചു പോയി. ഇതാണിപ്പോൾ വസുദേവാദികൾക്കും സംഭവിച്ചത്. സാക്ഷാൽ സച്ചിദാനന്ദ പരബ്രഹ്മൻ നിങ്ങളുടെ ഗൃഹത്തിൽ പുത്രനായിട്ട് ലീല ചെയ്യുന്ന സമയത്ത് ആ കൃഷ്ണനെ സ്നേഹിക്കുന്നവർക്ക് പിന്നെ ശുദ്ധിക്കോ മുക്തിക്കോ വേറെ വല്ലതും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ ഇങ്ങനെയാണ് ലോകത്തിൻ്റെ പൊതുവേ ഒരു മനഃശാസ്ത്രം. എന്താ? അടുത്ത് ഇരിക്കുമ്പോൾ, വസ്തുവായാലും ശരി, ഏതെങ്കിലും തീർത്ഥായാലും ശരി, ക്ഷേത്രമായാലും ശരി, അതിൻ്റെ അടുത്ത് കൂടുതൽ പരിചയപ്പെടുമ്പോൾ അതിൻ്റെ മഹത്വം മറന്നുപോകും. സന്നികർഷോഹി മർത്യാനാം അനാദരണ കാരണം. ആ കൂടുതൽ ആ അടുപ്പം അതിനെ അനാദരിക്കാനും അതിൻ്റെ മഹിമ മറക്കാനും ഇടയെത്തരും. എന്താ ഉദാഹരണം? ഗംഗം ഹിത്വ യഥാന്യംഭ തത്രത്തോ യാതിശുദ്ധയെ. നമ്മളിങ്ങറ്റത്ത് കേരളത്തിലുള്ളവർ ഗംഗയിലൊന്ന് കുളിച്ചാൽ പരമപുണ്യായി എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് 2 ദിവസം യാത്ര ചെയ്ത് ഡൽഹിയിൽ പോയി പിന്നെ അവിടുന്ന് ഹരിദ്വാർ പോയിട്ട് ഗംഗയിലൊന്ന് സ്നാനം ചെയ്താൽ എന്തൊരു സംതൃപ്തിയാലേ. എന്നാൽ ഗംഗാതീരത്തുള്ള ആൾക്കാർക്ക് ആ ഗംഗയോട് വിശ്വാസമുണ്ടോ? എല്ലാവർക്കും ഇല്ല അത്രേ. ഗംഗാതീരത്തുള്ളവർക്ക് തീർത്ഥാടനമെങ്കിൽ രാമേശ്വരത്തേക്കാണ് വരണവർ. മനസ്സിലായോ? രാമേശ്വരത്തുള്ളവർ അങ്ങോട്ട് ഗംഗയ്ക്ക് പോകണു. തൊട്ടടുത്തുള്ള തീർത്ഥത്തിൽ വിശ്വാസമില്ല. അങ്ങനല്ലേ? തൊട്ടടുത്തുള്ളൊരു അമ്പലം ഉണ്ടെങ്കിൽ അതിൽ വിശ്വാസമില്ല. പണം ചിലവ് ദൂരെ തിരുപ്പതി പോയാലേ വിശ്വാസമുള്ളൂ. ആൾക്കാർക്ക് അങ്ങനെയല്ലേ? അതേ കൃഷ്ണനാണ് ഇവിടെ ഇരിക്കണ ഭഗവാൻ വിഷ്ണു. അത് വ്യത്യാസമില്ല. ശരിയല്ലേ? എപ്പോഴും മനുഷ്യരുടെ മനഃശാസ്ത്രത. തൊട്ടടുത്തുള്ള ഇരിക്കണതിന് വിലയില്ല, ദൂരെ ഇരിക്കണതിന് വില. ഇങ്ങനെയത്രേ ആൾക്കാർ. വല്ലപ്പോഴൊക്കെ ലീവിലൊക്കെ വരുന്ന സമയത്ത് ഗുരുവായൂരൊക്കെ പോകും. എന്നിട്ട് 2 മണിക്ക് എനിക്ക് കുളി കഴിഞ്ഞ് വാകച്ചാർത്ത് വരാനൊക്കെ അങ്ങനെ കാത്തു നിന്ന് അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു നമുക്ക് ഒരു ഫ്ലാറ്റ് എടുക്കാം എന്ന് പറഞ്ഞ് ഫ്ലാറ്റ് എടുത്ത് വെച്ചു. ആ ഫ്ലാറ്റ് എടുത്ത് അവിടെ താമസമായപ്പോഴോ രാവിലെ അത്ര നേരത്തെ ആരെനിക്ക് പോകും. ദിവസം തൊഴാൻ പോകാത്ത ആൾക്കാരെ എനിക്കറിയാം. നോക്കണം, അനാദരണ കാരണം ഇപ്പോഴുണ്ടല്ലോ അവിടെ ഗുരുവായൂരപ്പൻ. മറ്റേതങ്ങനെയല്ല അല്ലേ? എല്ലപ്പോഴും വരുന്ന സമയത്ത് എന്താ ഗുരുവായൂരപ്പനോട് ഭക്തി. അവിടെ കാവൽ നിൽക്കുക, ക്യൂ നിൽക്കുക മണിക്കൂറുകളോളം അല്ലേ? ഇതെങ്ങനെയാണ്? എന്ത് നമുക്ക് സുലഭമാകുമ്പോഴേ അതിൻ്റെ വില മറന്നു പോകും നമ്മൾ എന്നർത്ഥം. അതൊരു മനഃശാസ്ത്രമാണ്. അതുകൊണ്ട് പറഞ്ഞു, ഇനി മേലിലെങ്കിലും നിങ്ങൾ ഈ കൃഷ്ണനെ മർത്യബുദ്ധി അകൃത കൃഷ്ണേ സർവാത്മനീശ്വരേ, സർവരുടെ ആത്മാവും ഈശ്വരനുമായ ഈ കൃഷ്ണനിൽ അപത്യബുദ്ധി, എൻ്റെ ഉണ്ണി എന്നുള്ള വിചാരം വയ്ക്കാണ്ടിരിക്കുമെന്നാണ്. എൻ്റെ ഉണ്ണിയായിട്ടിരിക്കുന്നത് ഈശ്വരനാണെന്ന് കാണുന്നല്ലേ അവതരിച്ച സമയത്ത് ഭഗവാൻ പറഞ്ഞത്. ഉണ്ണിയായി സ്നേഹിച്ചോളൂ, പക്ഷേ ഈശ്വരനാണെന്ന് ഓർക്കണം എന്ന് പറഞ്ഞില്ലേ? ആ ഈശ്വരനാണെന്നുള്ള മറന്ന് ഉണ്ണിന്ന് മാത്രമായിപ്പോൾ അങ്ങനെയൊക്കെ പറ്റി. അങ്ങനെ നമുക്കും പറ്റണത്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ 2-3 മാസം കഴിഞ്ഞു. അവർക്ക് ആ പിരിയാനിഷ്ടമില്ല ഭഗവാനെ. വലിയ സത്സംഗ സമാഗമാണ്, ഭക്ത സമ്മേളനമായിരുന്നു. പക്ഷേ ഭഗവാൻ സംയോഗം ഉണ്ടെങ്കിൽ വിയോഗം ഉണ്ടാവില്ലേ? അതുകൊണ്ട് പോയാലേ പറ്റുള്ളൂ. ഭഗവാൻ തന്നെ അവിടുന്ന് ആദ്യം തന്നെ യാത്ര പറഞ്ഞ് പുറപ്പെട്ടു. അങ്ങനെ എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയി എന്നാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഭഗവാൻ അച്ഛനമ്മമാരെ സത്യബോധമുള്ളവരാക്കി തീർത്ത സംഭവം. ഒരു സാധാരണ കൃഷ്ണനും രാമനും എന്നും അച്ഛനമ്മമാരെ നമസ്കരിക്കുകയെ. നമ്മളങ്ങനെ പതിവുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് ഈ കേരളീയർക്ക്, മലയാളികൾക്ക് പൊതുവേ മുതിർന്നവരെ വണങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? എന്നാൽ ഈ തമിഴ്നാട്ടിലേക്ക് അങ്ങോട്ട് കടന്നാൽ, ഇവിടെ അതിർത്തി അങ്ങോട്ട് കടന്നാൽ അവർക്കൊക്കെ ഉണ്ട്. വടക്കേ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ എൽഡേഴ്സ്, നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയും ആവണമെന്നില്ല, എൽഡേഴ്സിനൊക്കെ നമുക്ക് വണങ്ങും അല്ലേ? അച്ഛനും അമ്മയും കൺകണ്ട ദൈവമായി നമസ്കരിക്കണം ദിവസം എന്നൊക്കെയാണ്. കൃഷ്ണൻ അത് ചെയ്യുമായിരുന്നു. ഒരുപക്ഷെ കൃഷ്ണൻ നോർത്ത് ഇന്ത്യയിലായതുകൊണ്ടായിരിക്കാം അല്ലേ? നമ്മുടെ കേരളത്തിൽ വന്ന് പിറക്കാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ, അറിയാൻ പറ്റില്ല. നമ്മളിതൊക്കെ അറിഞ്ഞിട്ടും പറഞ്ഞിട്ടും ചെയ്യാത്തവരുണ്ട്. കൃഷ്ണൻ 125 വയസ്സ് വരെ ഈ ശരീരത്തെ നമ്മളെമാതിരി ഈ ശരീരത്തോടുകൂടി ഇരുന്നു. അന്നും കൃഷ്ണൻ ഈ ദേഹം ഉപേക്ഷിക്കുന്ന അന്നും കൂടിയും അച്ഛനും അമ്മയും നമസ്കരിച്ചു അത്രേ. ഒന്നാലോചിച്ച് നോക്കുക. കൃഷ്ണൻ ദേഹം വിട്ടതിന് ശേഷം വസുദേവനും ദേവകിയും കൃഷ്ണൻ ധ്യാനിച്ച് ദേഹം ഉപേക്ഷിച്ചത്.
അപ്പോൾ 125 വയസ്സിൽ കൃഷ്ണന് അമ്മയച്ഛനെ നമസ്കരിക്കാമെങ്കിൽ നമുക്കൊക്കെ നമസ്കരിച്ചൂടെ? അല്ലേ? അന്ന് പതിവ് പോലെ 2 പേര് അച്ഛനെ പോയി നമസ്കരിക്കുക, അമ്മയും. അപ്പോൾ വേഗം നമസ്കരിച്ചുകൊണ്ട് വസുദേവർ പറയാ, കൃഷ്ണ രാമ, അവിടുത്തെ മായ കൊണ്ട് ഞാനതൊക്കെ മറന്നു പോവുക. അവതാര സമയത്ത് ആ ജയിൽ മുറിയിൽ വിഷ്ണു ദർശനം തന്നത് അവിടുന്ന്. പിന്നെ എത്രയോ പ്രാവശ്യം നാരദനും മറ്റുള്ള മഹർഷിമാരൊക്കെ അവിടുത്തെ മഹിമ പറഞ്ഞു. പക്ഷെ എങ്കിലും കൃഷ്ണ നിൻ്റെ മായ കൊണ്ട് ഞങ്ങളൊക്കെ അത് മറക്കണു. ആ പുത്രബുദ്ധി വരണു, മനുഷ്യബുദ്ധി വരണു. എൻ്റെ ഉണ്ണിയും തോന്നിപ്പോവാം. നിങ്ങളാരാണ്? നിങ്ങൾ 2 പേരും മനുഷ്യരല്ല, മനുഷ്യരൂപം മംഗളത്തിന് വേണ്ടി, ലോകാനുഗ്രഹത്തിന് വേണ്ടി മനുഷ്യരൂപം സ്വീകരിച്ച സാക്ഷാൽ സർവേശ്വരനാണെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഭഗവാൻ അച്ഛനോട് പറയാ, നോക്കൂ അച്ഛാ, ഞങ്ങളെ ഈശ്വരനായി കാണുന്നത് നല്ലതാണ്. പക്ഷെ ഞങ്ങളെ മാത്രം ഈശ്വരനായി കണ്ടാൽ അത് പൂർണ്ണമായിട്ടില്ല. അറിവ് ജ്ഞാനം പൂർണ്ണമാവുന്നപ്പോഴാണ് ഈശ്വരനല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല, എല്ലാം ഈശ്വരനാണെന്നറിയുമ്പോഴാണ്. അഹം യൂയം, ഞാനും നിങ്ങളും, അസൗ ആര്യ, ഈ ഏട്ടനും, ഇമേജദ്വാര ഗൗകസഹ, ഈ ദ്വാരകയിലുള്ളവരും, വിമൃശ്യ സചരാചരം, ഈ ചരവും അചരവുമായി ഇവിടെ എന്തെല്ലാമുണ്ടോ അതെല്ലാം സർവേപ്യേവം യതുശ്രേഷ്ഠ വിമിഷ്യ, വിചാരം ചെയ്തു നോക്കിയാൽ, ആലോചിച്ച് നോക്കിയാൽ ആത്മാഹേക സ്വയം ജ്യോതി, ഏകനായ പരമ്പൊരുളാണ്, പരമാത്മാവാണ്, ഭഗവാനാണ്. അപ്പോഴേ ജ്ഞാനം പൂർണ്ണമാവുന്നുള്ളൂ. ഞാൻ ഈശ്വരനാണ്, ഇയാൾ ഈശ്വരനാണ്. ഒരാളിൽ ഈശ്വരനെ കണ്ടു തുടങ്ങണം തുടക്കം. പക്ഷേ ഈശ്വരനല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല, എല്ലാം ഈശ്വരൻ എന്നറിയാതെ അല്ലലൊടുക്കാൻ വഴിയില്ല എന്ന്. എല്ലാം ഈശ്വരനാണെന്നുള്ളതാണല്ലോ സത്യം. അപ്പോൾ ഈശ്വര ദർശനം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിലുമെല്ലാം ഞാനാണെന്നും എല്ലാം എന്നിലെന്നും കണ്ടിടേണം എന്നീ കൃഷ്ണൻ ഇനി ഈ അച്ഛനോട് പറഞ്ഞ ആശയം അർജുനൻ മുഖാന്തരം നമ്മളോട് ഗീതോപദേശത്തിൽ പറയും. എല്ലാത്തിലും ഭഗവാനെ കാണാൻ, എല്ലാം ഭഗവാനാണെന്ന് അറിയണം. ഭഗവാനല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല. വിശ്വസ്മൈ നമഃ, സർവസ്മൈ നമഃ, സർവവും ഭഗവാനാണ്. സന്തോഷമായി. അപ്പോഴാണ് അമ്മ പറയണത്, ഉണ്ണി കുറേ നാളായി നിന്നോടൊരാഗ്രഹം അമ്മ പറയണമെന്ന് വിചാരിക്കണു. എന്താ അത് അമ്മേ? അല്ല, നീ അന്ന് ഗുരുകുലത്തിൽ പോയപ്പോഴേ ഗുരുവിൻ്റെ മരിച്ച കുട്ടിയിലേ മരിച്ചു പോയ കുട്ടിയെ ജീവനോടെ കൊണ്ടുകൊടുത്തില്ലേ? ഉവ്വ്. അമ്മയ്ക്കൊരാഗ്രഹം, കൃഷ്ണ നീ ഉണ്ടാവണതിന് മുമ്പ് അമ്മ 6 ഉണ്ണികളെ പ്രസവിച്ചു. ആ 6 ഉണ്ണികളെ നിൻ്റെ അമ്മാവൻ കംസൻ കൊന്നു. അപ്പം തന്നെ ആ കുട്ടികൾക്ക് നല്ലോണം മുല കൊടുത്ത് പാല് കൂട്ടി ലാളിച്ച് മതിയായില്ല എനിക്ക്. അവരൊന്ന് കാണണം എന്നൊരു മോഹം. എന്താ വിഷമം? ഭഗവാൻ വിചാരിച്ച വലുത് അസാധ്യമുണ്ടോ? ഉടനെ പുറപ്പെട്ടു രാമകൃഷ്ണന്മാർ. എവിടെ? സുതല ലോകത്തിലെത്തിയത്രേ. അവിടെ ചെന്നപ്പോൾ മഹാബലിയെ ശുശ്രൂഷിക്കുന്ന തൻ്റെ തന്നെ അവതാരമായ വാമനമൂർത്തിയെ കൂടി ഭഗവാനെ സൽക്കാരം ചെയ്തു. ഭക്തിയോടുകൂടി എന്താ കാര്യം ചോദിച്ചു. ഭഗവാനെ നമസ്കരിച്ചു, സേവിച്ചു, പൂജിച്ചു. എന്താ? ആ അമ്മയുടെ മക്കൾ ഇപ്പം അവിടെ സുതല ലോകത്തിൽ മഹാബലിയുടെ മക്കളാത്രേ. അവർ മുമ്പ് ഹിരണ്യാക്ഷൻ്റെ മക്കളായി പിറന്നു. അവർക്ക് ശാപം കൊണ്ടായതുകൊണ്ടാണ്. അതിന് മുമ്പ് മരീചിയുടെ മക്കളായിരുന്നു. ബ്രഹ്മാവ് ശപിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വേണ്ടി വന്നത്. ആ കുട്ടികളെ മേടിച്ചു കൊണ്ടുവന്നു. എന്നിട്ടോ അങ്ങനെ കൊണ്ടായ അമ്മയ്ക്ക് വിശ്വാസമാകും, ഇത് അമ്മയുടെ കുട്ടികളല്ല എന്ന് പറയില്ലേ? അവരെയൊക്കെ അമ്മയുടെ കുട്ടികൾ മരിക്കുമ്പോൾ കുഞ്ഞു വാവകളായിരുന്നു. അതേമാതിരി ആക്കി അമ്മയ്ക്ക് കൊണ്ടുകൊടുത്തു. ആ അമ്മയ്ക്ക് ഓരോരോ കുട്ടികളെ എടുത്തി മുലപ്പാൽ കൂട്ടി ലാളിച്ചു. കൃതാർത്ഥത വന്നു. പിന്നെ ഭഗവാൻ അവരൊക്കെ മുക്തരാക്കി തീർക്കുകയും ചെയ്തു എന്നാണ് കഥ. നമുക്ക് ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടെങ്കിലും നമുക്ക് ആ ഭഗവാൻ വിദൂരനായിട്ടാണ് തോന്നുന്നത്. തദ്ദൂരേ തതു അന്തികേ എന്നാണ് ഉപനിഷത്ത് പറയാം. അവൻ ഏറ്റവും അടുത്തുവാണെന്ന് അവൻ ഏറ്റവും അകലെയാണ്. മനസ്സ് വേണ്ട പോലെ പരിപക്വവും പരിശുദ്ധവുമാവാത്തവർക്ക് അവൻ ദൂരെയാണ്. പരിശുദ്ധ മനസ്കർക്കോ അവൻ തൻ്റെ ഹൃദയത്തിൽ ഹൃദയസാക്ഷിയാണ്. അവനെന്താ നമുക്ക് തടസ്സം? ഈ സ്കന്ധത്തിൻ്റെ ലക്ഷണം നിരോധം എന്നാണ്. നിരോധം എന്ന ഒരു വാക്കിനെന്തർത്ഥം? തടസ്സം എന്നൊരർത്ഥം. ഭഗവാൻ എപ്പോഴും നമ്മളിൽ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് നമുക്ക് ഭഗവാനെ അടയാൻ, കാണാൻ, അനുഭവിക്കാൻ പറ്റണില്ല? എന്താ തടസ്സം? ആകാശത്തിൽ സൂര്യൻ ജ്വലിച്ചു നിൽക്കണു, എന്നിട്ട് നമുക്ക് ആ സൂര്യനെ കാണാൻ, അനുഭവിക്കാൻ പറ്റണില്ല. എന്താ തടസ്സം? മേഘം വന്ന് മുമ്പിൽ നിൽക്കണോണ്ട അല്ലേ? ആ മേഘം നീ ആ സൂര്യനെ സൂര്യൻ്റെ പൂർണ്ണ മഹിമയിൽ കാണാൻ പറ്റില്ലേ?
ഇതുപോലെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഭഗവാനുണ്ട്, എന്നിട്ടും നമുക്ക് ഭഗവാൻ അനുഭവിക്കാൻ പറ്റാതിരിക്കാൻ പാകത്തിന് ഇവിടെ ഒരു മേഘം, കാർമേഘം വന്ന് നിൽക്കുക. എന്ത്? അഹങ്കാരം. ഇതാണ് ഈ എത്ര കഥകളാണ് പറഞ്ഞത്. ഭക്തന്മാരെ അഹങ്കാരം കളയണേലേ അത് നീങ്ങണം. അത് ഭക്തിയിലൂടെ, പരിപൂർണ്ണ ശരണാഗതിയിലൂടെ നീങ്ങും. ഇല്ലെങ്കിലോ തത്വവിചാരത്തിലൂടെ നീങ്ങും. 2 മാർക്കല്ലാതെ 3 മാർക്കല്ല. ഒന്ന് ജ്ഞാനമാർഗം, ഒന്ന് ഭക്തിമാർഗം, പൂർണ്ണ ശരണാഗതി. അഹങ്കാരത്തിൻ്റെ ഉപദ്രവം എത്രയുണ്ടെന്ന് കാണിക്കുന്നതാണ് അവസാനത്തെ ദശമസ്കന്ധത്തെ അവസാനത്തെ കഥ. ഏറ്റവും അടുപ്പം കൃഷ്ണനോട് പാണ്ഡവന്മാരിൽ അർജുനല്ലേ. അപ്പോൾ കൂടുതൽ അർജുനുമായിട്ട് കൃഷ്ണനുമായിട്ട് ഇങ്ങനെ ഇടപഴകുമ്പോൾ ആ അർജുനന് ഈ കൃഷ്ണനിൽ ഒരു മാനുഷഭാവം വന്നു. അപ്പോൾ ഭഗവാന് ഈ ഞാൻ സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായ നാരായണസ്വാമിയാണ്, ഈശ്വരനാണെന്ന് തൻ്റെ ഭക്തന് ബോധ്യപ്പെടുത്തണം തോന്നിയൊരു ദിവസം. അങ്ങനെ ഇരിക്കുമ്പോൾ ദ്വാരകയിൽ ഒരു ബ്രാഹ്മണന് കുറേ നാൾ കുട്ടികളില്ലാണ്ടിരുന്ന് പ്രസവിച്ചൊരു കുട്ടിയുണ്ടായി. ആ കുട്ടി ജനിച്ച് ഭൂസ്പർശമേറ്റതും മരിച്ചു. ആ ബ്രാഹ്മണന് ഭയങ്കര സങ്കടം വന്നു. ആ മരിച്ച കുട്ടിയുടെ ശവം കൊട്ടാരത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ആ ഭരണാധികാരികളുടെ ജീവിതം ധർമ്മം നടന്നതല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പ്രജകൾക്ക് കഷ്ടം വരണമെന്ന് പറഞ്ഞ് ഭരണാധികാരികളൊക്കെ ചീത്ത പറഞ്ഞു. ഈ ബ്രാഹ്മണൻ്റെ ദുഃഖവും കരച്ചിലൊക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ കേട്ടു. കൃഷ്ണഭഗവാൻ കേട്ടിട്ട് ഒന്നും മിണ്ടിയില്ല. കൃഷ്ണൻ എന്തെങ്കിലും അറിയാണ്ട് ഒന്നും മിണ്ടാണ്ടിരിക്കില്ലല്ലോ. ഭഗവാൻ ഒന്നും മിണ്ടായിരുന്നുകൊണ്ട് വേറെ ആരും പ്രദ്യുമ്നോ സംഘർഷണോ ബലരാമനോ ഒന്നും പറഞ്ഞില്ല. കുറേ കരഞ്ഞു. അത് കഴിഞ്ഞപ്പോഴോ ആരും മിണ്ടില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ആ ശവം കൊണ്ടുപോയി മറവ് ചെയ്തു. ഇങ്ങനെ അദ്ദേഹത്തിന് 9 ഉണ്ണികളുണ്ടായി. അത്രയും ഒന്നല്ല, ഓരോ പ്രാവശ്യം കുട്ടി ഉണ്ടാവുമ്പോൾ ജീവനുണ്ട്, ജനിച്ച ഉടനെ മരിക്കുക. ഓരോ 9 പ്രാവശ്യവും ഈ കുട്ടികളുടെ ശരീരം ഇവിടെ കൊണ്ടുവച്ചിട്ട് ആ ബ്രാഹ്മണൻ ക്ഷത്രിയരെ ഒന്നടങ്കം പഴിച്ച് അവഹേളിച്ച് ചീത്ത പറയും. ഭഗവാൻ ഒരക്ഷരം മിണ്ടില്ല, ആരും ഒന്നും മിണ്ടിയില്ല. 9ാമത്തെ പ്രാവശ്യം ഇങ്ങനെ ആ ക്ഷത്രിയരെ ഒന്നടങ്കം ചീത്ത വിളിക്കുന്ന സമയത്ത് കൃഷ്ണനെ കാണാൻ അർജുനൻ അവിടെ വന്നിരിക്കുന്ന സമയമാണ്. അർജുനൻ്റെ ആ അഭിമാനം സമ്മതിച്ചില്ല. അർജുനൻ ഉടനെ എഴുന്നേറ്റിട്ട് ആ ബ്രാഹ്മണനോട് പറഞ്ഞു, ബ്രാഹ്മണ, അങ്ങ് എന്തിനാ ഈ ക്ഷത്രിയന്മാരെ മുഴുവൻ അടക്കി ചീത്ത വിളിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങക്ക് അറിയില്ലേ ഇവിടെയുള്ളവരെന്ന് യഥാർത്ഥ ക്ഷത്രിയന്മാരല്ലാന്ന്, ഉത്തമ ക്ഷത്രിയന്മാരല്ലാന്ന്? മരിച്ച കുട്ടികളെ ജീവിപ്പിക്കാൻ കഴിയില്ല. ഇനി അങ്ങയുടെ ഭാര്യ ഗർഭം ധരിച്ച് പ്രസവിക്കുകയാണെങ്കിൽ ഞാനിത് വാക്ക് തരണു, അങ്ങയുടെ കുട്ടിയെ ഞാൻ ജീവിപ്പിക്കാമെന്ന്. അപ്പോൾ ബ്രാഹ്മണൻ ചോദിച്ചു, ഇവിടെ ശ്രീകൃഷ്ണൻ ഇതൊന്നല്ല 9 കുട്ടികൾ മരിക്കണം കണ്ടിട്ടും ഇതുവരെ രക്ഷിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ബലരാമസ്വാമിയുണ്ട്, പ്രദ്യുമ്നനുണ്ട്, അനിരുദ്ധനുണ്ട്, ഇത്രയും മഹാന്മാരുണ്ട്, ഇവരാരും എന്നോട് രക്ഷിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു കുട്ടിയല്ല, 9 കുട്ടി മരിച്ചിട്ടേ. അവർക്കാർക്കും കഴിയാത്ത കാര്യം ആ ഭഗവാന്റെ മുമ്പിൽ കയറി നിന്നുകൊണ്ട് ഞാൻ സാധിക്കാമെന്ന് പറഞ്ഞാൽ നിൻ്റെ വാക്കിന് ഞാനെങ്ങനെ വിശ്വസിക്കും? അത് അർജുനൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പോലെ അർജുനന് തോന്നി. അർജുനൻ ഉടനെ പറയാ, അങ്ങ് എന്താ വിചാരിച്ചത്? ഞാൻ സംഘർഷണനല്ല, പ്രദ്യുമ്നനല്ല, അനിരുദ്ധനല്ല, ശ്രീകൃഷ്ണനല്ല. അഹം വൈ അർജുനോ നാമ, എൻ്റെ പേരാണ് അർജുനൻ. ഗാണ്ഡീവം യസ്യ വൈധനു, ആ ഗാണ്ഡീവൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരിക. ഈ എൻ്റെ പേരെന്താ അറിയോ? ഇതാണ് ഗാണ്ഡീവം. എൻ്റെ വീര്യത്തെ, പ്രഭാവത്തെ കുറച്ച് കാണരുതങ്ങ്. ഞാൻ ആരെന്നാ വിചാരിച്ചത്? മൃത്യുഞ്ജയനായ മഹാദേവനെ പോലും യുദ്ധത്തിൽ സന്തോഷിപ്പിച്ച് പാശുപതാസ്ത്രം നേടിയവനാ. മൃത്യുഞ്ജയനെ സന്തോഷിപ്പിച്ച് എനിക്കാണോ മൃത്യുവിനെ ജയിക്കാൻ വിഷമം എന്നിങ്ങനെ സ്വയം ആത്മപ്രശംസ പറഞ്ഞു. ആരുടെ മുമ്പിൽ? കൃഷ്ണൻ്റെ മുമ്പിൽ. കൃഷ്ണനോ ചിരിച്ചുകൊണ്ടും മിണ്ടാണ്ട് ഉള്ളിലിരുന്നു. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും വീരവാദം പറയാറില്ലേ, ഞാനില്ലെങ്കിൽ കാണിച്ചു തരാം ഇതിനെ കൊണ്ട് അതൊക്കെ നടക്കണതെന്ന്. അപ്പം കൃഷ്ണൻ നമ്മുടെയൊക്കെ ഉള്ളിലിരുന്നുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. ഓരോ ഇങ്ങനെ അഭിമാനിക്കുന്ന നമ്മളും അർജുനന്മാരാണ്. നരനാണ് അർജുനൻ, നാരായണൻ കൃഷ്ണനും. നാരായണൻ നമ്മുടെ ഉള്ളിൽ സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കണു, ചിരിച്ചുകൊണ്ടിരിക്കണു. നരന്മാർ നമ്മളൊക്കെ ഇങ്ങനെ താൻ കേമത്വം പറയുകയും നടിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക. ശരിയോ? എല്ലാവരിലും ഉണ്ടത്. ബ്രാഹ്മണന് അർജുനന് വലിയ ബഹുമാനമാണ്. അർജുനൊന്നും ധരിച്ചില്ല. അതുകൊണ്ട് അങ്ങ് പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഞാനിതാ വാക്ക് തരണു, ഇനിയിപ്പോൾ അഥവാ ഏതെങ്കിലും കാരണവശാൽ അങ്ങയുടെ കുട്ടിയെ എനിക്ക് ജീവിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ, കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലോ ഞാൻ തീ ചാടി ചാവാൻ പോരെ. ഇത്രയും കൂടിയും പറഞ്ഞപ്പോൾ ബ്രാഹ്മണന് കുറച്ച് വിശ്വാസം വന്നു. പോകോളൂ, നീ പ്രസവിക്കാറാൻ പോകാൻ മതി പറഞ്ഞു. ബ്രാഹ്മണൻ പോയി. വീണ്ടും ഒരു കൊല്ലം കഴിയാണ്ട് ഏതാണ്ട് ആ സമയമാറായപ്പോൾ ബ്രാഹ്മണി വീണ്ടും ഗർഭം ധരിച്ച് പ്രസവിക്കാറായി. അപ്പോൾ ബ്രാഹ്മണൻ വന്നു. ഭാഗ്യത്തിന് അർജുനൻ അവിടെ ഉണ്ടാവുകയും ചെയ്തു. അർജുനൻ ഉടനെ 50 മില്ലിയൊക്കെ എടുത്ത് ഒറ്റ പോക്ക്. കൃഷ്ണനോട് ആര് കൺസൾട്ട് ചെയ്യണു കൃഷ്ണനെ? ഹു കേഴ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ഇതാണ് നമുക്കൊക്കെ സംഭവിക്കണതേ.
ഞാൻ ഇപ്പം ഇരുന്ന് ഇവിടെ ഈ സംസാരിക്കണം, നിങ്ങളവിടെ ജീവനോടിരുന്ന് കേൾക്കണതും അടക്കം കൃഷ്ണകൃപ കൊണ്ടാണ്, ഈശ്വരാനുഗ്രഹമാണെന്ന് തിരിച്ചറിയാൻ കഴിയണില്ല നമുക്ക്. മായാശക്തി ഭയങ്കരം തന്നെ എന്നർത്ഥം. അപ്പോഴൊക്കെ ഭഗവാൻ ഉള്ളിൽ നിന്ന് ചിരിക്കും. ഭഗവാൻ ഒന്നും വേണ്ടിയില്ല, കാണട്ടെ. അർജുനൻ ചെന്നു ബ്രാഹ്മണൻ്റെ ആ ഗൃഹത്തിന് ചുറ്റും മന്ത്രം കൊണ്ട് ഒരു കോട്ടയുണ്ടാക്കി. എന്നിട്ട് അമ്പും വില്ലുമൊക്കെ ആയിട്ട് ഏതിലാ യമദൂതന്മാർ കുട്ടിയെ ജീവനെ കൊണ്ടുപോകാൻ വരണത് എന്നറിയാൻ വേണ്ടി കാത്തു നിന്നു. ഒരു ഗുണമുണ്ടായി. ഇതുവരെ കുട്ടി ജനിച്ചിട്ട് ആ മരിച്ച ശവമെങ്കിലും കിട്ടാറുണ്ട് ആ ബ്രാഹ്മണന്. അർജുനൻ രക്ഷയ്ക്ക് വന്നപ്പോൾ ശവവും കൂടി ഇല്ലാണ്ടായി. ആ പ്രസവിപ്പിക്കുന്ന എന്താ ആ നഴ്സോ മറ്റ് വൈഫോ അല്ലെങ്കിൽ ആ വയറ്റാട്ടി അകത്തേക്ക് പോയി. കുട്ടി പ്രസവിച്ചു. കുട്ടി കരയുടെ ശബ്ദം കേട്ടു, ബ്രാഹ്മണനും കേട്ടു, എല്ലാവരും കേട്ടു. കുറച്ച് കഴിയുമ്പോൾ ആ തോഴി പുറത്തു വന്നിട്ട് പറഞ്ഞു, പ്രസവിച്ചു, കുട്ടിയെ കാണാനില്ല എന്ന്. കുളിപ്പിച്ചു കുട്ടിയില്ലാണ്ടായി എന്ന് കേട്ടിട്ടേ ഉള്ളൂ അല്ലേ. ഇതപ്പോൾ ഇവിടെ സംഭവിച്ചത്. അർജുനൻ്റെ രക്ഷയ്ക്ക് വന്നപ്പോഴോ ശവശരീരം കൂടിയും കിട്ടാണ്ടായി. ബ്രാഹ്മണന് വന്നു സങ്കടവും അരിശവും കലിയൊക്കെ കൂടിയിട്ട്. ഇനിയിപ്പോൾ കൃഷ്ണനോട് പോയി പറയാൻ പറ്റുമോ? കൃഷ്ണൻ വിചാരിയേ എന്തിനാ എന്നോട് പറയണത്? വലിയൊരു കേമൻ പറഞ്ഞില്ല, വാക്ക് തന്നില്ല, അയാളോട് പോയി പറയുന്നു പറയില്ലേ? അർജുനനെ ഇനി പറയാത്ത ചെയ്തതുമില്ല. അല്ലെങ്കിൽ നിന്നെ എന്തിനാ പറയണത്? ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ പറ്റാത്ത കാര്യം അവരുടെ മുമ്പിൽ നേറി നിന്ന് ഞെളിഞ്ഞ് ഞാൻ സാധിക്കാമെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ വാക്കിനെ വിശ്വസിച്ച ഞാനാടാ മൂഢൻ എന്നൊക്കെ അർജുനനെ അങ്ങനെ തൊലിയൊരിക്കും പോലെ പറഞ്ഞ സമയത്ത് അർജുനന് അഭിമാനം വല്ലാതെ വിഷമായി. ഞാൻ ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പുറപ്പെട്ടു. അർജുനൻ എന്താണെന്ന് പറഞ്ഞൊരു ധൈര്യം, ഇന്ദ്രൻ്റെ മോനാണേ. മുഖ്യമന്ത്രി നമ്മുടെ സ്വന്തം ആളാണെങ്കിൽ പിന്നെ ഇപ്പം ഏത് മന്ത്രിയാണ് നമ്മളെ സഹായിക്കാണ്ടിരിക്കുക അല്ലേ? ശരിയല്ലേ? മുഖ്യമന്ത്രി ആവേണ്ട ഒരു പാർട്ടിയിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ തന്നെ മതി അല്ലേ? ഏത് കാര്യം സാധിക്കാൻ.